വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഭംഗിയായി അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ തലമുടിയുടെ കാര്യം ശ്രദ്ധിക്കാതെ പോവല്ലേ? അതെങ്ങനെ ഹെയർ ഡൂ ചെയ്യുന്നു, അതെങ്ങനെ സെറ്റ് ചെയ്തിടുന്നു, ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്ന ഹെയർ ആക്സസറി ഇതാണ്. ഇത് ശരിക്കും ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ്. അതേപോലെ ആന്റിക് ടച്ചും ഉണ്ട്. ആന്റിക് ടച്ചിലുള്ള ബീഡ്സും അതേപോലെ ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ഫ്ലവേഴ്സും വെച്ച് തിക്കായിട്ട് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ശരിക്കും ഹെയർ ഡൂ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിൽ അത് ഈ ഷേപ്പിൽ, അതായത് ഒരു സെമി സർക്കിൾ ഷേപ്പിൽ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ മുല്ലപ്പൂവിൻ്റെ ആവശ്യമോ വേറെ ഒന്നുമില്ല. ശരിക്കും ഹെയർ നല്ല ഹൈലൈറ്റ് ആയിട്ടിരിക്കും. ഈ ബ്രൈഡ്സിനാണ് കൂടുതലായിട്ടും ഈ ഒരു ആക്സസറി ഉപയോഗിക്കുന്നത്, കാരണം ഇത്രയും വലുതായിട്ടുള്ളത്. പിന്നെ ഫംഗ്ഷൻ, അതായത് പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിലും ഇത്രയും വലിപ്പമുള്ള ആക്സസറി ഉപയോഗിച്ച് കാണാറുണ്ട്. ഈ കളറൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കുന്നതാണ്. ഇതിന്റെ സെന്റർ പോർഷനിലൊക്കെ പേൾസ് വെച്ചിട്ടുണ്ട്. ഓഫ് വൈറ്റ് കളറ്, അതേപോലെ തന്നെ ഇതിനൊരു ആക്ച്വലി മാച്ചിങ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ബോർഡർ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഏത് സാരിക്കും ഡ്രസ്സിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ആദ്യം കാണിച്ച ഹെയർ ആക്സസറിയെക്കാട്ടിലും കുറച്ചുകൂടെ വീതി കുറഞ്ഞ, കുറച്ചുകൂടെ തിന്നായിട്ടുള്ള അടുത്ത ഒരു വെറൈറ്റിയാണ്. ഇത് ശരിക്കും മുല്ലമുട്ടാണ് ഈ സൈഡിൽ മുഴുവൻ പിടിപ്പിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ മുല്ലമുട്ടാണ് കേട്ടോ. പിന്നെ മെറൂൺ കളറിലുള്ള ഫ്ലവേഴ്സിന്റെ നടുക്ക് പേൾസ് വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ആക്സസറിയാണ്. ഇത് ശരിക്കും മാരേജ് ഫംഗ്ഷന് മാത്രമല്ല, അല്ലാതെ വേണമെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് വെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലെ പ്രോഗ്രാമിന്, കോളേജിലെ പ്രോഗ്രാമിന്, കോമ്പറ്റീഷനുകൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആക്സസറിയുടെ വെറൈറ്റിയിൽ പെടുന്നതാണ് ഈ ടൈപ്പ് സെമി സർക്കിൾ ഷേപ്പിലുള്ള ഹെയർ ആക്സസറി. ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഒരു ഹൂക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും നമ്മൾ ഹെയർ പിൻ വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്ത് തലയിൽ വെക്കുന്നത്. സെമി സർക്കിൾ ഷേപ്പിലുള്ള കുറച്ചുകൂടെ കളേഴ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി നോക്കാം. ഇത് ശരിക്കും പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് നിറച്ച് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നതാണ്. ഇത് പിങ്കിന് മാത്രമല്ല, ഹൈലൈറ്റ് ചെയ്ത് സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇത് പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെ 2-3 ഷെയ്ഡ്സ് കൂടെ ഞാൻ ഇനി കാണിച്ചു തരാം. അടുത്തത് പിങ്കിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡാണ്, റാണി കളർ. റാണി കളറിന്റെ ഇടയിലൊക്കെ വെച്ചിരിക്കുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ടൊക്കെ സാധിക്കും. ഇത് പിങ്കിന്റെ വേറൊരു ഷെയ്ഡാണ്, ഡാർക്കർ വേർഷൻ. അടുത്തത് പിങ്കിന്റെ തന്നെ കാണിച്ചു തരാം. പിങ്കിന്റെ തന്നെ മുല്ലമുട്ട് വെച്ചിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് അടുത്തത് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. റോയൽ ബ്ലൂ ഷെയ്ഡ് ആക്ച്വലി റെയർ ആണ്. ആദ്യമൊക്കെ ഹെയർ ഡെക്കറേഷൻസ് ഇറങ്ങിയ സമയത്ത് ശരിക്കും 2-3 ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഗോൾഡൻ ഷെയ്ഡ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്, പിങ്ക്, റെഡിന്റെ കളേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ റോയൽ ബ്ലൂ, അങ്ങനെ എന്താ പറയുക, പാരറ്റ് ഗ്രീന്, അങ്ങനത്തെ കളേഴ്സൊക്കെ റെയർ ആയിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ചെയ്ത് ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. റോയൽ ബ്ലൂവിൽ ഇത് ശരിക്കും നല്ല തിക്കായിട്ടുള്ള ഒരു ഹെയർ ആക്സസറിയാണ്. റോയൽ ബ്ലൂവിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഹെയറിൽ നോർമൽ ഒരു ഹെയർ ഡൂ ആണെങ്കിൽ പോലും ഈ ടൈപ്പ് ഓഫ് ഒരു ഹെയർ ആക്സസറിയും കൂടെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ലുക്ക് നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ നന്നായിട്ട് അതുകൊണ്ട് തന്നെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ പാർട്ടിയിലൊക്കെ പോവുകയാണ്, ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ആവാനായിട്ട് സാധിക്കും. റോയൽ ബ്ലൂവിൻ്റെ തന്നെ വേറൊരു പീസും കൂടെ ഞാൻ കാണിച്ചു തരാം. റോയൽ ബ്ലൂ കളറിലുള്ള ഹെയർ ആക്സസറി വേണ്ടിയവർക്ക് വേറൊരു പീസാണിത്. ഇത് ശരിക്കും പേൾസും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. റോയൽ ബ്ലൂവിൻ്റെ തന്നെ മെറ്റൽ പാർട്സ് ആണ് കൂടുതലായിട്ട് ഇതിനകത്തിലുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് തന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പേൾസ്, ഷുഗർ ബീഡ്സ്, റോയൽ ബ്ലൂ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് വളരെ നന്നായിട്ട്, അതായത് കോപ്പർ ഷെയ്ഡിലാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. വളരെ നല്ലൊരു ഓപ്ഷനാണ് റോയൽ ബ്ലൂവിന് വേണ്ടിയിട്ട് ഈ പീസും. അടുത്തത് പാരറ്റ് ഗ്രീനിൻ്റെ ഒരു വെറൈറ്റിയാണ്. പാരറ്റ് ഗ്രീൻ ഒക്കെ ശരിക്കും റയർ ആയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. പാരറ്റ് ഗ്രീന് പേൾസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പാരറ്റ് ഗ്രീൻ്റെ ഒരു സൂപ്പർ കോമ്പിനേഷനിലുള്ള ഒരു ഹെയർ ആക്സസറി. ഓൾമോസ്റ്റ് എല്ലാ ഹെയർ ആക്സസറിയിലും പേൾസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം മുടിയിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ്, മുടിയുടെ കളർ അനുസരിച്ചിട്ട് പേൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹൈലൈറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിനും പേൾസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പേളും ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്, ഡാർക്ക് അല്ല ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും കൂടെ ഉള്ള ഒരു ഹെയർ ആക്സസറിയാണ്. ഇത് ശരിക്കും പീച്ച് കളറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കറക്റ്റ് മാച്ചിങ്
അല്ല, കുറച്ചൊന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കാണിച്ച എല്ലാ ഹെയർ ആക്സസറിയും സെമി സർക്കിൾ ഷേപ്പിലുള്ളതായിരുന്നു. ഇനി കാണിക്കാൻ പോകുന്ന വേറെ ഒരു ടൈപ്പാണ്. അതായത് ഇത് ശരിക്കും മുടിയൊക്കെ പിന്നിട്ട് കഴിഞ്ഞ് മുകളിൽ ഇവിടെ ഒരു ഹെയർ ക്ലിപ്പ് വെച്ച് കൊടുത്താൽ അതല്ലെങ്കിൽ ഒരു സ്ലൈഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇങ്ങനെ മുടിയിൽ പിന്നലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കിടക്കുക. അതേപോലെ തന്നെ സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ കഴിയും. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം. അതേപോലെ തന്നെ മുടിയൊക്കെ പിന്നിട്ട് കഴിഞ്ഞ് ഏറ്റവും അറ്റത്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ പോർഷനിലും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ടൈപ്പ് ഹെയർ ആക്സസറി സഹായിക്കും. ഇത് നന്നായിട്ട് ബെൻഡ് ചെയ്യാം. ഇത് ശരിക്കും നേരെ വെക്കാം, റൗണ്ട് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ 2 കളറിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം ആദ്യം കാണിച്ച ലെമൺ യെല്ലോ, രണ്ടാമത്തേത് മാംഗോ യെല്ലോ. അടുത്തത് വേറെ ഒരു വെറൈറ്റിയാണ്. ആദ്യം കാണിച്ച വെറൈറ്റീസ് പോലെ ഒന്നും ഉള്ളതല്ല, വളരെ തിന്നായിട്ടുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ മെറ്റലാണ്. ഇത് ഒടിഞ്ഞൊന്നും പോവില്ല. പക്ഷെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പം ഹെയർ ആക്സസറി തന്നെ നമ്മൾ ഒരെണ്ണം വെച്ച് കഴിഞ്ഞു, വേറൊരെണ്ണം താഴെയും കൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ്. കാരണം വളരെ തിന്നായിട്ടിരിക്കണം, എന്നാൽ ഹൈലൈറ്റ് ചെയ്യണം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മുഴുവനും സ്റ്റോൺസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. തിന്നായിട്ടുള്ള ഹെയർ ഡെക്കറേഷന്റെ കുറച്ച് വെറൈറ്റീസ് കാണിച്ചു തരാം. ഇതിന്റെ തന്നെ പല കളറിൽ അവൈലബിൾ ആണ്. ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും അല്ല അവൈലബിൾ ആയിട്ടുള്ളത്, പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഗോൾഡിൽ സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. അടുത്തത് സിൽവറിൽ, ശരിക്കും സിൽവറിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ കൊടുത്തിട്ട് പിന്നെ സെന്റർ പോർഷൻ മുഴുവനും അതുപോലെ ലോവർ പോർഷൻ വരെയും വലിയ വലിയ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. ഇതിന്റെ 2 സൈഡിലും ശരിക്കും സിൽവർ കളറിലുള്ള സ്ലൈഡുകളും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹെയർ പിൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലുള്ള ആ റൗണ്ടിൽ ഈ പിന്നുകൾ വെച്ചിട്ട് നമുക്ക് ഹെയറിൽ എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെമി സർക്കിൾ ഷേപ്പിലുള്ള റോസ് ഫ്ലവേഴ്സ് നിറച്ചും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറിയാണിത്. ഇതിൻ്റെ ലോവർ പോർഷനിൽ ചെറിയ ചെറിയ മെറൂൺ കളറിലുള്ള ബീഡ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയൽ ഫ്ലവറിനെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇന്നായിട്ടുള്ള ഒരു ഫാഷനാണല്ലോ ഹെയർ ഡോ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും അടിവശത്ത് ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കുന്ന പോലെ. അത് ശരിക്കും റിയൽ ഫ്ലവറും വെക്കാം, ഇതേപോലെയുള്ള ഹെയർ ആക്സസറിയും വെക്കാം. ഹെയർ ആക്സസറി വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാലും അത് വാടിപ്പോവോ അത് ചീത്തയാവുമോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണിത് റോസ് ഫ്ലവർ ചൂസ് ചെയ്യുന്നവർക്ക്. തിന്നായിട്ടുള്ള ഹെയർ ആക്സസറിയുടെ വെറൈറ്റിയിൽ തീരെ തിന്നല്ല എന്നാൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഹെയർ ആക്സസറിയാണിത്. ഇത് ശരിക്കും നിറച്ചും പേൾസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് ഈ ടൈപ്പിലുള്ള ഹെയർ ആക്സസറി ഷോപ്പിൽ ഞങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ബെൻഡ് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഒടിഞ്ഞു പോവുകയൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ 2 സൈഡിലും ഹുക്കുണ്ട്, അതിൽ നമ്മൾ ഹെയർ സ്ലൈഡ്സ് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഹെയർ പിൻ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഇതിപ്പം ഓഫ് വൈറ്റ് ഷേപ്പാണ്. അതിൻ്റെ തന്നെ വേറൊരു ക്രീം കളറിലുള്ള പേൾസിൻ്റെ ഹെയർ ആക്സസറി അവൈലബിൾ ആണ്. പേൾസിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ 2 എണ്ണം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും വലിയ ഹെയർ ആക്സസറി ഒന്നും യൂസ് ചെയ്യത്തില്ല, എന്നാൽ ഫംഗ്ഷന് പോകുമ്പം ഹൈലൈറ്റ് ആയിട്ട് ഹെയർ സെറ്റ് ചെയ്യുകയും വേണം. അപ്പം അതിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷനും കൂടെ ആണെങ്കിൽ ഹാപ്പി ആകും. അങ്ങനെയുള്ളവർക്കുള്ളതാണ് കോംബ് ക്ലിപ്പ്. ഈ ടൈപ്പ് കോംബ് ക്ലിപ്പിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ സൈസ് ഉണ്ട്, ഇതിൻ്റെ വലുതുണ്ട്, തീരെ ചെറിയ സൈസ് ഉണ്ട്, പിന്നെ യു പിന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ളതുമുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇന്ന് കാണിച്ചിരിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതേപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബി ഇൻ സ്റ്റൈൽ ഷോപ്പ് നമ്പർ 38. അവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വെച്ച് നോക്കി ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.